നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മാത്രവാലേ ശബ്ദമാണ്. ഓക്കെ, അപ്പോൾ മാത്രവാലേ ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രായം പഠിച്ചിട്ടുണ്ട് അല്ലേ, അതായത് ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിഹ്നങ്ങൾ വെച്ചിട്ട് നമ്മൾ വേർഡ്സ് നോക്കുകയാണ് കേട്ടോ, വേർഡ്സിൽ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ 13 സ്വരാക്ഷരങ്ങളും വെച്ചിട്ടുള്ള ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും അത് വ്യഞ്ജനത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം ചിഹ്നങ്ങൾ വെച്ച് റീഡ് ചെയ്യാൻ അല്ലേ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഓരോ വേർഡ്സിലും ചിഹ്നങ്ങൾ ഇടുമ്പോൾ എങ്ങനെ അത് റീഡ് ചെയ്യും, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, ആ കി മാത്രവാലേ ശബ്ദം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കി മാത്രവാലേ ശബ്ദം. ഓക്കെ, അതായത് ആ എന്ന സ്വരാക്ഷരം ഇത് വെച്ചിട്ടുള്ള മാത്രവാലേ ശബ്ദമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണെന്ന്, അതിൻ്റെ മീനിങ്, അതായത് പിക്ചേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാം ജൽ. ജൽ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ എന്ന് പറയില്ലേ, ആക്ക് ചിഹ്നം ഉണ്ടാവും ഇല്ല, അതൊരു ലെറ്ററാണ്, അവിടെ ചിഹ്നം ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ആ എന്ന് പറയുമ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളിലുള്ള ലെറ്റർ എന്താണ്, ജ, ക, ച, അങ്ങനെയൊക്കെ അല്ലേ. അതന്നെ, അതിൽ ചിഹ്നങ്ങൾ ചേർക്കുന്നില്ല, ആ ഒരു സ്വരത്തിൽ തന്നെയാണ് അത് റീഡ് ചെയ്യുക. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ജൽ. ഓക്കെ, ജൽ എന്ന് പറഞ്ഞാൽ വാട്ടർ. ഫൽ, അവിടെ ഒന്നും ചിഹ്നങ്ങൾ കൊടുക്കുന്നില്ല, സെയിം സംഭവം തന്നെ. ഫൽ ഫ്രൂട്ടാണല്ലേ. ഘർ വീട്, ഇതിൽ ചിഹ്നങ്ങളൊന്നും അപ്ലൈ ചെയ്യുന്ന നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് ചിഹ്നങ്ങൾ വരുന്ന ഭാഗമാണ് കേട്ടോ, നോക്കിക്കോളൂ. ആ കി മാത്രവാലേ ശബ്ദ്. ആ കി മാത്രവാലേ ശബ്ദ് എന്താണ്, ആ എന്നതിൽ ചിഹ്നം ഉണ്ട് ഇല്ലേ. എങ്ങനെയാണ് അതിൻ്റെ ചിഹ്നം വരുന്നത്, എങ്ങനെയാണ്, ആ പ്ലസ് ഈ ഒരു 1, ഇങ്ങനെയാണ് ആ എന്ന് വരുന്നത് അല്ലേ, അങ്ങനെയാണ് ആ എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിഹ്നമാണ് ഇനി എല്ലാത്തിലും അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ആം എന്ന് കൊടുത്തിട്ടുണ്ട്, ആം. അപ്പോൾ ഇതെങ്ങനെയാണ് ആം എന്ന് വന്നത്, ആ പ്ലസ് നമ്മൾ പഠിക്കുന്ന ചിഹ്നമാണ് കേട്ടോ ഇത്. ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചിഹ്നം. ഓക്കെ, ഇങ്ങനെയാണ് മാ പ്ലസ് മാ, ഇങ്ങനെയാണ് ആം എന്ന് വന്നത്. അപ്പോൾ എങ്ങനെ കൂട്ടിയെഴുതും, ആ എന്നെഴുതി ആ ചിഹ്നം ഇട്ട് കൊടുത്തു, മാ എന്നെഴുതി നേരെ മുകളിൽ വരച്ചു. ഇങ്ങനെയാണ് ആം എന്ന് എഴുതാം. അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ആ ഒരു ചിഹ്നം അതിൽ അപ്ലൈ ചെയ്തതെന്ന്. ആം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. താല. താല എന്നതിൽ എങ്ങനെയാണ്, ആം എന്ന് പറഞ്ഞാൽ എന്താണ്, മാംഗോയാണ് കേട്ടോ, വരുത് മാംഗോയാണ്. പിക്ചർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, വേറെ വേർഡിലും കൂടെ ഈ ഒരു ചിഹ്നം ഇട്ടിട്ടുണ്ട്. എങ്ങനെയാ, താല. ഇതെങ്ങനെയാണ് വരുന്നത്, താല. താല എന്ന് പറഞ്ഞാൽ എന്താണ്, കീയാണ് ഇല്ലേ, ചാവിയാണ്. അപ്പം താ പ്ലസ് ആ ഒരു ചിഹ്നം, ഓക്കെ, പ്ലസ് ല, പ്ലസ് വീണ്ടും ആ ഒരു ചിഹ്നം. ഞാൻ പ്ലസ് ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എഴുതി നോക്കിയേ. അപ്പോൾ എന്തായിട്ട് മാറും, നമുക്ക് ഈ ഒരു സംഭവം കിട്ടും. എങ്ങനെയാണ്, താ ആ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുന്നു, ല എന്ന് എഴുതുന്നു, വീണ്ടും നമുക്ക് ആ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കും, താല. ഇങ്ങനെയാണ് നമ്മൾ എഴുതാം. ഇനി നെക്സ്റ്റ് താര. താര എന്ന് എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ. ഇങ്ങനെയാണ്, താ പ്ലസ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചിഹ്നം ഇടുന്നു, രാ പ്ലസ് വീണ്ടും ആ ഒരു ചിഹ്നം. അപ്പോൾ എങ്ങനെ താര എന്ന് എഴുതും, താര. ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ എഴുതാൻ. ഓക്കെ, താര എന്ന് പറഞ്ഞാൽ സ്റ്റാർ, നക്ഷത്രമാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഈ വെച്ചിട്ടാണ് കേട്ടോ. ഈ കി മാത്രവാലേ ശബ്ദ്. ഈ എന്നതിൻ്റെ ചിഹ്നം നമുക്കറിയാം, എന്താണ്, ഇതാണ് കേട്ടോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചിഹ്നം. ഓക്കെ, ഇതാണ്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നോക്കാം. കണ്ടോ, ഇവിടെ ചിടിയ എന്ന് കൊടുത്തിട്ടുണ്ട് ഇല്ലേ. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താ, പക്ഷിയാണ്, ബേർഡാണ്. അപ്പോൾ ചിടിയ എങ്ങനെയാണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്, ആദ്യം നമ്മൾ ആ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുക, പ്ലസ് ച, പ്ലസ് വീണ്ടും ആ ഒരു ചിഹ്നം, പ്ലസ് ഠ, പ്ലസ് യ, പ്ലസ് നമ്മൾ ആ എന്നതിൽ പഠിച്ച ആ ഒരു ചിഹ്നമാണ് കേട്ടോ അത്. ഇങ്ങനെയാണ് ചിടിയ എന്ന് എഴുതിയിട്ടുള്ളത് കണ്ടോ, അതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ ചിടിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, ബേർഡാണ്. അതുപോലെ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് കിതാബ്. കിതാബ് എന്ന് പറഞ്ഞാൽ ബുക്ക്, പുസ്തകം. അപ്പോൾ നമുക്ക് നോക്കാം, അതിലും അങ്ങനെ തന്നെയാണ്. ആ ഒരു ചിഹ്നം പ്ലസ് ക പ്ലസ് പിന്നെ ആ എന്നതിലുള്ള ചിഹ്നം പ്ലസ് ബ, കിതാബ്. ഇത് കൂട്ടി എഴുതുന്നതാണ് കിതാബ്. അപ്പോൾ അതെങ്ങനെ അവിടെ എഴുതിയിട്ടുള്ളത് കണ്ടോ, താ ഭ, കിതാബ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നെക്സ്റ്റ് കേട്ടോ. വിമാൻ. വിമാൻ എന്ന് പറഞ്ഞാൽ വിമാനമാണ് അല്ലേ, എയ്റോപ്ലെയിൻ ആണ്. അപ്പം നമുക്കത് നോക്കാം. എങ്ങനെയാണ്, അത് നമ്മൾ വി എന്നതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക, പ്ലസ് വ പ്ലസ് മാ, പിന്നെ ആ എന്നതിലെ ചിഹ്നം പ്ലസ് ന, വിമാൻ. ഓക്കെ, വിമാൻ. ഇങ്ങനെയാണ് വിമാൻ എന്ന് എഴുതുക. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഈ കി മാത്രവാലേ ശബ്ദ്. ഈ എന്നതിൻ്റെ ചിഹ്നവും നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചിഹ്നമാണ് കേട്ടോ ഇത്. ഓക്കെ, വിട്ടുപോകരുത്. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചിഹ്നം. ഓക്കെ, ആ ഒരു ചിഹ്നം പഠിച്ചതാണ്, അത് വേർഡിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണല്ലേ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഘടി. ഘടി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലോക്ക്. ഓക്കെ, ക്ലോക്ക് പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഘ പ്ലസ് എന്ത് ചെയ്യണം, ഘ പ്ലസ്
ഢ പ്ലസ് ആ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുമ്പോൾ അതെന്തായിട്ട് മാറി? ഘടി എന്നായിട്ട് മാറി. കൂട്ടി എഴുതുമ്പോൾ അപ്പോൾ എങ്ങനെ എഴുതും? എഴുതുന്ന നോക്കിക്കോളൂ കേട്ടോ. കണ്ടല്ലോ അല്ലേ? ഇങ്ങനെയാണ് ഘടി എന്ന് എഴുതുക. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? ടി വി എന്നിങ്ങനെ എഴുതും? ഠ പ്ലസ് നമ്മൾ ഇ എന്നതിൻ്റെ ചിഹ്നിട്ട് കൊടുക്കുക. ഇ എന്നത് നമ്മൾ ടായിലേക്ക് വരുമ്പോൾ ടി എന്നാവൂലേ? അപ്പോൾ ആ ഒരു ചിഹ്നിട്ട് കൊടുത്തു. പ്ലസ് വാട്ട് കൊടുക്കുന്നു, വീണ്ടും ആ ഒരു ചിഹ്നം ഇടുന്നു. ഇങ്ങനെയാണ് ടി വി എന്ന് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. ജീര എന്ന് പറഞ്ഞാൽ ജീരകം. ഓക്കെ, അതെങ്ങനെ എഴുതും? ജ എഴുതാം അല്ലേ? ജ പ്ലസ് പിന്നെ നമ്മൾ ആ ഒരു ചിഹ്നിട്ട് കൊടുക്കുക. ഇ എന്നതിൻ്റെ ചിഹ്നിട്ട് കൊടുക്കുക. അപ്പോൾ ജി എന്നായില്ലേ? ജി പ്ലസ് ര പ്ലസ് ആ എന്നതിൻ്റെ ചിഹ്നം ജീര. ഇങ്ങനെയാണ് ജീര എന്ന് എഴുതുക. ഇതും ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ്? എക്സസൈസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഏതൊക്കെയാണ്? ഇന്ന് പഠിച്ചത് ആക്ക് ചിഹ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് വേർഡ്സ് പഠിച്ചു. പിന്നെ ആ എന്ന് വെച്ചിട്ട് പഠിച്ചു അല്ലേ? അതിന് ചിഹ്നമുണ്ട്. അതുപോലെ ഇ പഠിച്ചു, ഇ എന്നും പഠിച്ചു. ഇത്രയും 4 ലെറ്റേഴ്സ് വെച്ചിട്ട്, അതായത് 4 മാത്രമാണ് നമ്മൾ പഠിച്ചത്. അത് വേർഡിൽ അപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. എക്സസൈസ് നോക്കിയേ. ചിത്രവും സേ ശബ്ദവും കോ മിലാവും. അതായത് ഇവിടെ 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് നെയിംസും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എന്താണ്? ഈ ഓരോ പിക്ചേഴ്സിൻ്റെയും നെയിംസ് ആണ്, ഹിന്ദി നെയിംസ് ആണ്. അപ്പോൾ നമ്മൾ അത് മാച്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് പിക്ചേഴ്സും എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഏതിൻ്റെ ആണോ കറക്റ്റ് അതിലേക്ക് മാച്ച് ചെയ്ത് എഴുതണം. അപ്പോൾ ഫസ്റ്റ് നോക്കിയേ, ആം എന്നാണില്ലേ? ഇതാണ് ആം. അപ്പോൾ മിസ് ഇവിടെ അതിൻ്റെ ആൻസർ എഴുതിയിട്ടോ, ആം. ഓക്കെ, ഇതെന്താണ്? ഘർ ആണില്ലേ? ഘർ. ഓക്കെ, ഇതെന്താണ്? ഇത് ജീര. ഇത് ചിടിയ. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് യൂണിറ്റ് ടാസ്ക് അക്ഷർ ചോഡ്കർ ശബ്ദ ബനാവോ. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെറ്റേഴ്സ്. ഇത് ചിഹ്നങ്ങളിൽ വരുന്ന ലെറ്റർ അല്ലേ? എന്താണ്? ഇതാണ് ചിഹ്നം. അപ്പോൾ ഇത് കൂട്ടി എഴുതണം. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള വേർഡ്സ് തന്നെയാണ്. ഇത് ജസ്റ്റ് കൂട്ടി എഴുതാം, അത്രേ ഉള്ളൂ. ആ പ്ലസ് മ എന്താണ്? ആം അല്ലേ? ആം. നെക്സ്റ്റ് കി പ്ലസ് താ പ്ലസ് ഭ, കിതാബ്. ഓക്കെ, ബാക്കിയെല്ലാം ഇതുപോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ. ബാക്കി 2 ഇതുപോലെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ?